ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യിക്കുകയാണ്. ഡ്രാമയുടെ പേരാണ് സ്റ്റഡി ഗ്രൂപ്പ്. ഈ ഒരു ഡ്രാമയ്ക്ക് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ എന്താണ് സ്റ്റോറി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്ലാസ് റൂമൊക്കെ കാണിക്കുകയാണ്. ടീച്ചർ ഭയങ്കര പഠിപ്പിരിക്കുകയാണ്. പക്ഷേ ക്ലാസ്സിലെ ഒരേ ഒരു കുട്ടി മാത്രമേ ശ്രദ്ധിച്ച് നോട്ടൊക്കെ എഴുതുന്നുണ്ടായിരുന്നുള്ളൂ. ക്ലാസ്സിലെ എല്ലാവരും തന്നെ ഉഴപ്പായതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എല്ലാവരും പൊട്ടന്മാരാണ്, അങ്ങനെ ഇരിക്കും നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന കുട്ടി എഴുതുന്ന കൂട്ടത്തില് ഇതും കൂടി എഴുതിയൊക്കെ വയ്ക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ തുടങ്ങുന്നത്. ആ ഒരു കുട്ടിയാണ് ഗാമിൻ. അതാണ് നമ്മുടെ ഹീറോ. ക്ലാസ്സിലെ ഏറ്റവും മോശമായിട്ട് പഠിക്കുന്ന കുട്ടി. കുട്ടിയായിരിക്കെ ഗാമിന് മാർക്കൊക്കെ കുറഞ്ഞത് കൊണ്ട് തന്നെ ഒരു അക്കാഡമിയിൽ പോയി പഠിക്കണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞത് പ്രകാരം അവനെ പല പല അക്കാഡമിയിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പോലും 28 കുട്ടികളുള്ളതിൽ അവൻ 26 സ്ഥാനമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവൻ കുറച്ചുകൂടി വലുതായപ്പോഴത്തേക്കും അവന് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിനൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നൊക്കെ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാരും അവന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ടീച്ചറിനൊക്കെ കൊടുത്തു. പക്ഷെ എന്നിട്ട് പോലും 280 കുട്ടികളുള്ള സ്കൂളിൽ നിന്നും അവന് 278ാമത്തെ റാങ്ക് ഒക്കെ ആയിരുന്നു കിട്ടിയത്. അവൻ ഇങ്ങനെ മാർക്കൊക്കെ കുറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവൻ പഠിക്കുന്നതിന്റെ കുറവ് കൊണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഫുൾ ടൈം ഇരുന്ന് പഠിത്തമൊക്കെയാണ്. എന്തിനേറെ പറയുന്നു, പള്ളിയിലിരിക്കുന്ന സമയത്ത് പോലും അവൻ പഠിത്തമാണ്. എന്നിട്ട് പോലും മാർക്കൊക്കെ വരുമ്പോൾ അവന് വളരെയധികം കുറഞ്ഞ റാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം അവൻ സ്കൂളിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് കുട്ടികൾ സംസാരിച്ചു വരുന്നതൊക്കെ അവനും കേൾക്കുന്നു. ആ കുട്ടികളാകട്ടെ കോളേജിലൊക്കെ പോകണമെന്ന് അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ യൂസിങ് ടെക്നിക്കൽ ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ചാൽ മതിയെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്കൂൾ എന്നാൽ കൊള്ളാമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ പോകാമെന്നൊക്കെ അവനും തീരുമാനിക്കുന്നു. അങ്ങനെ അവനും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ ഹൈസ്കൂളിൽ എത്തുമ്പോഴത്തേക്കും ഇതേ സ്കൂളിലേക്കൊക്കെ പഠിക്കുവാനായിട്ട് ചെല്ലുകയാണ്. ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം അവനും ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അടി കൂടുന്ന ഒരു കാഴ്ചയായിരുന്നു അവൻ കണ്ടത്. ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ സ്കൂളായിരിക്കും അതേന്നൊക്കെ അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്തായാലും കുട്ടികൾ അടിയും ഇടിയുമായിട്ടൊക്കെ നടക്കുകയാണല്ലോ. സോ അവർക്ക് മാർക്ക് വളരെയധികം കുറവായിരിക്കും. അവരുടെ അടുത്ത് നിന്നും സിമ്പിൾ ആയിട്ടൊക്കെ പഠിച്ച് കോളേജിലൊക്കെ കയറുവാനായിട്ട് അവന് സാധിക്കുമെന്നൊക്കെ അവൻ വിചാരിച്ച് എക്സാം ഒക്കെ എഴുതി നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് 220 കുട്ടികളുള്ളതിൽ അവന് 219ാമത്തെ റാങ്ക് ഒക്കെ കിട്ടുന്നത്. ആ കുട്ടികളുടെ ലുക്കും പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പഠിക്കുവാൻ വളരെ മോശമായിട്ടുള്ള പിള്ളേരായിരിക്കുമെന്നാണ് ഗാമിന് വിചാരിച്ചതെങ്കിൽ പോലും ആ കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ട് വീട്ടിൽ പോയി പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അവന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ചെയ്യാത്ത ഒരു കാര്യം കൂടി തന്റെ മുമ്പിലുണ്ട്. അതുവഴി പഠിച്ച് കോളേജിലൊക്കെ പോകാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസത്തിൽ അവനും ഇരിക്കുന്നു. അതാണ് സ്റ്റഡി ഗ്രൂപ്പ്. ഹൃദയ മൂവിയിൽ കണ്ണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളെ കമ്മിറ്റഡ് ആണോ അല്ലയോ എന്ന് അറിയുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയുന്നത് പോലെ ഇതില് നമ്മുടെ ഹീറോ ഓരോരുത്തരുടെ കണ്ണിൽ നോക്കിയിട്ട് അവർക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുവാനായിട്ടൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ക്ലാസ്സിലെ സെയ്ഹുൺ എന്ന ഒരു കുട്ടിയുടെ കണ്ണിലേക്കൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഗാമിനും അവനോടൊന്ന് സംസാരിക്കുവാനായിട്ടൊക്കെ പോവുകയാണ്. നിനക്ക് എന്റെ കൂടെ പഠിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് മാത്രമേ ഗാമിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി സെയ്ഹുനിട്ട് ഒരു ചവിട്ടൊക്കെ കൊടുക്കുന്നു. ആ ഒരു കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ സ്ഥാനം 173ാമത്തേതും സെഹ്യുന്റെ സ്ഥാനം 170ാമത്തേതുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ 173ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിക്ക് കൂടുതലായിട്ടുള്ള സ്ഥാനമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് സെഹ്യുണുമായിട്ട് തല്ലുകൂടുന്നത്. ഇത് പഠിക്കുന്ന റാങ്ക് അല്ലാട്ടോ, പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് അടുത്ത എപ്പിസോഡ്സിലായിട്ടാണ് പറയുന്നത്. എന്തായാലും ആ ഒരു കുട്ടി സെഹുനെ തല്ലി തോൽപ്പിച്ചിട്ട് സെഹുന്റെ സ്ഥാനമായിട്ടുണ്ടായിരുന്ന 170 എന്ന സ്ഥാനമൊക്കെ കൈയടക്കുകയാണ്. അവരുടെ ക്ലാസ്സിലേക്ക് സാർ കൂടി കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും സെഹുനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഗാമൻ കൂടി കൂടുകയാണ്. അപ്പോഴായിരുന്നു പുതിയൊരു ടീച്ചർ കൂടി അവരുടെ ക്ലാസ്സിലേക്ക് എത്തുന്നത്. ആ ഒരു ടീച്ചറിന്റെ പേരാണ് ലീ. നേരത്തെ പ്രൈവറ്റ് ടീച്ചറിനെയൊക്കെ വേണമെന്ന് അവൻ പറഞ്ഞ സമയത്ത് ലീ ആയിരുന്നു അവനെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് എന്നെങ്കിലും എനിക്ക് നന്നായി പഠിക്കുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ലീയുടെ അടുത്ത് അവൻ ചോദിച്ചപ്പോഴത്തേക്കും നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് തന്നെ ലീ ആയിരുന്നു. ലീ അറ്റൻഡൻസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കുട്ടി മോശമായിട്ടുള്ള ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി കുട്ടികളൊക്കെ അത് കേട്ട് കളിയാക്കിയൊക്കെ ചിരിക്കുമ്പോഴത്തേക്കും ഹ്യുനുവ എന്ന കുട്ടി കയ്യിലുണ്ടായിരുന്ന കോഫിയൊക്കെ ബോർഡിലേക്ക് വലിച്ചെറിയുകയാണ്. മാത്രമല്ല നേരത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയ കുട്ടിക്കിട്ട് രണ്ടടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ടീച്ചർ ഉള്ളത് കൊണ്ട് നിന്നെ വെറുതെ വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിനെതിരായിട്ട് മറ്റൊരു കുട്ടിയൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ അത് ഹ്യുനുവിനെ ഇഷ്ടപ്പെടുന്നില്ല. ഹ്യുനുവും അവനെ പോയി തല്ലുന്നു. ലിയും കുട്ടികളോട് സീറ്റിൽ വന്ന് ഇരിക്കുവാനായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ അവളെ കളയാക്കി ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നേരത്തെ തല്ലിയ കുട്ടീനെ തല്ലി തോൽപ്പിച്ചിട്ട് ഹിനുവും തിരിച്ച് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് എല്ലാവരോടും തന്നെ ക്ലാസ്സിൽ കയറി ഇരിക്കുവാനായിട്ടൊക്കെ പറയുന്നു. അവൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കുട്ടികൾ അതെല്ലാം തന്നെ കേൾക്കുന്നുമുണ്ട്.
നേരത്തെ കോഫിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ വേസ്റ്റൊക്കെ കളയുവാനായിട്ട് ലീ ശ്രമിക്കുമ്പോഴത്തേക്കുമായിരുന്നു അവിടെ വേസ്റ്റൊക്കെ കളയുവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രംസില് സീക്രട്ടിന്റെ വേസ്റ്റൊക്കെ കിടക്കുന്നത് അവളും കാണുന്നത്. മാത്രമല്ല അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരുപാട് കുട്ടികൾ ഡ്രംസിന്റെ അടുത്ത് നിന്നുകൊണ്ട് സീക്രട്ടൊക്കെ വലിക്കുന്നതും അവൾ ശ്രദ്ധിക്കുന്നു. അപ്പോഴായിരുന്നു ഗാമിനും അവളോട് ചെന്ന് സംസാരിക്കുന്നത്. നേരത്തെ ലീ ഗാമിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അത്യാവശ്യമൊക്കെ വന്നതുകൊണ്ടായിരുന്നു ഗാമിനോട് ഒരു വാക്ക് പോലും പറയാതെ പഠിപ്പിക്കലൊക്കെ നിർത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ലീയും പറയുന്നു. ലീക്ക് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ടീച്ചർ വെറും 1 മാസം മാത്രമായിരുന്നു ഈ ഒരു സ്കൂളിലേക്ക് ഉണ്ടായിരുന്നത്. സ്കൂളിന്റെ മൊത്തത്തിലുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് അവരും സ്കൂളൊക്കെ ഉപേക്ഷിച്ചു പോയി. നീയും ഇതേ സ്കൂളിലൊക്കെ നിൽക്കുവാനായിട്ടാണോ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഗാമിന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിലും ഇന്ന് എന്റെ ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് ഞാൻ ജോലിയൊന്നും നിർത്തിയിട്ട് പോവുകയില്ല എന്നൊക്കെ ലിയും മറുപടി കൊടുക്കുന്നു. ഗാമിനും സെഹ്യോനെ ഫോളോ ചെയ്തുകൊണ്ടൊക്കെ നടക്കുകയാണ്. അങ്ങനെയിരിക്കെ സെഹ്യോൻ ലൈബ്രറിയിലേക്കൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും ഗാമിനും അവനെ ഫോളോ ചെയ്ത് ലൈബ്രറിക്ക് ഉള്ളിൽ കടക്കുന്നു. യഥാർത്ഥത്തിൽ സെഹ്യോൻ ഒന്ന് ഉറങ്ങുവാനായിട്ടൊക്കെ ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഗാമിനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഓരോരോ ബുക്കൊക്കെ വായിക്കുന്നതായിട്ട് കാണിച്ചിട്ട് അവനും സെഹ്യോനോട് സംസാരിക്കുകയായിരുന്നു. ഈ സ്കൂളിൽ ഏറ്റവും പഠിക്കുവാനായിട്ട് പറ്റിയ സ്ഥലം ലൈബ്രറിയാണ്. ഞാൻ ഇപ്പോൾ വായിക്കുന്ന ബുക്കൊക്കെ എഴുതിയ ആളും ഇതുപോലെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം ലൈബ്രറിയിലൊക്കെ ഇരുന്ന് പഠിച്ച വ്യക്തിയാണ്. പക്ഷെ എനിക്കങ്ങനെ പഠിക്കുവാനായിട്ട് ഒരു ഫ്രണ്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അവൻ പറഞ്ഞിരിക്കുകയും പിന്നീട് സെഹ്യോൺ ഉറങ്ങുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഗാമനും കയ്യിലുണ്ടായിരുന്ന ഒരു സ്വീറ്റൊക്കെ സെഹ്യോണ് കൊടുത്തിട്ട് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ബ്രെയിനൊക്കെ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവനോട് പറയുന്നു. പിന്നീട് സെഹ്യോൺ കഴിക്കുവാനായിട്ടിരിക്കുന്ന അതേ സ്ഥലത്തൊക്കെ വന്ന് ഗാമൻ കഴിക്കുവാനായിട്ടിരിക്കുന്നുണ്ടെങ്കിലും സെഹ്യോൺ എണീറ്റൊക്കെ പോവുകയായിരുന്നു. ഇന്നലെ ഞാനിതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണല്ലോ. ഇന്ന് എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്തത്? ഈ ഒരു കാര്യം മാത്രം എനിക്ക് പഠിപ്പിച്ചു തരുവാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാമൻ ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ ഇരിക്കാമോ എന്നൊക്കെ സെഹിണും അവനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഗാമനും ശബ്ദമൊക്കെ വളരെയധികം കുറച്ചുകൊണ്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ശബ്ദം പോലും സെഹിണ് ശല്യമായിട്ടൊക്കെ തോന്നുകയാണ്. ആ ബുക്കൊക്കെ ഇങ്ങത്താ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. പക്ഷെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ എന്നെ ശല്യം ചെയ്യുവാനായിട്ടൊന്നും വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെഹിനും ഗാമിനും പറഞ്ഞൊക്കെ കൊടുക്കുന്നു. 0.9999 എന്നൊക്കെ പറയുന്നത് 1 തന്നെയാണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു സെഹ്യുൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെങ്ങനെയാണ് 1 ആവുക എന്ന രീതിക്ക് സംശയമൊക്കെ ഗാമിന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കേക്കൊക്കെ ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. ആ കേക്ക് 3 മുറിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓരോ പീസും 1/3 ആയിരിക്കും. അതായത് 0.333 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 പീസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.999 ആയിരിക്കും. അതെന്ന് പറയുന്നത് 1 തന്നെയല്ലേ, ഒരു കേക്ക് ഫുള്ളൊക്കെ ആവുകയില്ലേ എന്ന രീതിക്കൊക്കെ സെഹോൺ ചോദിക്കുമ്പോഴത്തേക്കും എന്നാലും മിച്ചമായിട്ട് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്ന കത്തിയിൽ ഒരു 0.001 കാണുകയില്ലേ എന്നൊരു സംശയമൊക്കെ ആയിരുന്നു ഗാമിനും ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സെഹോണും ചിരി വരുന്നു. ലിയും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വൈസ് പ്രിൻസിപ്പാളിനെ അറിയിക്കുകയാണ്. വെളിയിൽ വെച്ചിട്ടുള്ള ഡ്രംസിലെല്ലാം തന്നെ ഇതുപോലെ സിഗരറ്റ്സും മറ്റുമൊക്കെ ആയിരുന്നു തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞതെന്നൊക്കെ ലീ പറയുമ്പോഴത്തേക്കും നമ്മളെങ്ങാനും ആ ഡ്രംസ് ഒക്കെ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ പോലും കുട്ടികൾ പുകവലിയൊന്നും നിർത്തുവാനായിട്ട് പോകുന്നില്ല. ഞാൻ തന്നെ 40 വർഷമായിട്ട് പുകവലിക്കുകയാണ്. എനിക്കും ഇതുവരെയായിട്ട് നിർത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നീ അങ്ങ് കണ്ടില്ല എന്നൊക്കെ വെച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു ലീക്ക് വൈസ് പ്രിൻസിപ്പാളിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഉപദേശവും. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.